കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വെൻറ്റ് ടോക്സിലെ 14-ാം ദിവസം ഏവർക്കും സ്വാഗതം. ക്രിസ്മസിലേക്ക് നമ്മൾ ഓരോ ദിവസം അടുത്ത് ക്രിസ്മസ് നമ്മുടെ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ക്രിസ്മസിലേക്ക് നമ്മളിങ്ങനെ കടന്നു വരികയാണ്. സന്തോഷം കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ മനസ്സിൽ അനുഭവപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ വിശ്വാസം ഓരോ വ്യക്തിക്ക് പ്രത്യേകമായി ഈ ക്രിസ്മസിൻ്റെ സമയത്ത് കൂടുതൽ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എല്ലാ സ്ഥലത്ത് ക്രിസ്മസ് കരോളും ആഘോഷങ്ങളും സന്തോഷവും കേക്ക് വിതരണം ഒക്കെ നടക്കുകയാണ്. പക്ഷേ ഈ ഒരു ക്രിസ്മസ് നടക്കാൻ വേണ്ടി ഒരു സമയത്ത് എത്രത്തോളം ത്യാഗവും എത്രത്തോളം ഒരു അനുഗ്രഹമുണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. അപ്പം ഇതിൽ 3 കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ കാര്യം ഇത് തന്നെയാണ്, മറ്റൊന്നുമല്ല. ഇവിടെ ജോസഫ് ഉറങ്ങിയിരിക്കുന്ന ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്നു. പ്രിയമുള്ളവരെ, ഇവിടെ പ്രത്യേകിച്ച് ജോസഫിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ കർത്താവായ യേശു മിശിഹായെ മാത്രമാണ് നമ്മുടെ പ്രൈം ഫോക്കസ്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റേതൊന്നുമല്ല. ഇവിടെ നടക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മളെല്ലാവരും പാപത്തിൽ ഇന്നും ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യം, ഈ പാപത്തിൻ്റെ ഉറക്കത്തിൽ നീയെല്ലാം ഉത്ഥാനം ചെയ്യുവിൻ, പാപത്തിൽ നിന്ന് ഉണർന്നു വരുവിൻ, ദൈവത്തെ സ്വീകരിക്കാൻ സമയമായി, വിശ്വാസത്തെ സ്വീകരിക്കാൻ സമയമായി, ദൈവനാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ പോവുകയാണ്, രക്ഷകൻ കടന്നു വന്നിരിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും പാപത്തിൻ്റെ ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും ദൈവത്തെ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അത് ഈ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം കടന്നു വരുന്നത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം കടന്നു വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി നമ്മൾ ജീവിക്കണം. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. എന്നാൽ മൂന്നാമത്തെ കാര്യം, തമ്പുരാൻ്റെ പൂർണ്ണമായ സമ്മതം, അതായത് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാത്തിനെയും വിശ്വസിക്കും, പക്ഷെ ദൈവത്തെ വിശ്വസിക്കത്തില്ല. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവേ എന്ന് പ്രാർത്ഥിക്കും. പ്രശ്നങ്ങൾ നീങ്ങി പോകുമ്പോൾ കർത്താവില്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്രിസ്മസ് സമയം കർത്താവ് പ്രാർത്ഥിച്ച പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെപ്പോലെ തന്നെ കർത്താവ് ശിശുവായി ജനിച്ചു, നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു, നമ്മളെപ്പോലെ തന്നെ അനുഗ്രഹത്തിൽ ജീവിച്ചു, നമ്മളെപ്പോലെ ഒരു അപ്പനും അമ്മയുടെ മക്കളായി ജീവിച്ചു. ഇന്ന് വീണ്ടും പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തി. ഓരോ മനുഷ്യനും ജനനവും മരണവും ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും ദൈവത്തിന് വേണ്ടി ജീവിച്ച് തീർക്കണം. ഈ ക്രിസ്മസ് കാലത്ത്, അല്ലെങ്കിൽ ഈ ക്രിസ്മസിൻ്റെ 2025 ക്രിസ്മസിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. തമ്പുരാനെ, നിന്നെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും, നിന്നെ പോലെ പ്രാർത്ഥിക്കാനും, നിന്നെ പോലെ ദൈവത്തിൻ്റെ ആത്മാവിൽ സജീവമായി ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.